ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പ്രഭാഷണ പരമ്പരയുടെ 22ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവത്ഗീതയുടെ 2ാം അധ്യായമായ സാഖ്യയോഗമാണ് കഴിഞ്ഞ ചില ഭാഗങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 53 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇതുവരെ നാം പഠിച്ചത്. അർജുനൻ്റെ ഒരു ചോദ്യമാണ് 54ാമത്തെ ശ്ലോകത്തിൽ വരുന്നത്. 55 മുതൽ 72 വരെയുള്ള 18 ശ്ലോകങ്ങൾ അർജുനൻ്റെ ഈ ചോദ്യത്തിനുള്ള കൃഷ്ണൻ്റെ മറുപടികളാണ്. ഈ 18 ശ്ലോകങ്ങൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒരു മാസ്റ്റർ പീസാണെന്നാണ് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞത്. ഒരു ആദർശ മനുഷ്യൻ്റെ പ്രകൃതം എന്തായിരിക്കുമെന്നാണ് ഈ ശ്ലോകങ്ങളിലെ വർണ്ണന. നമുക്ക് അതൊന്ന് പഠിക്കാം. അപൂർണനായ, അതായത് കുറ്റങ്ങളും കുറവുകളുമുള്ള സാധാരണ മനുഷ്യരെ പൂർണ്ണനായ, അതായത് കുറ്റങ്ങളും കുറവുകളുമില്ലാത്ത മനുഷ്യരാക്കി ഈശ്വര തുല്യരാക്കി മാറ്റുന്നതാണ് ആധ്യാത്മിക സാധന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഗീതയുടെ പ്രമേയം ഇതാണെന്ന് മുൻപ് പല ഭാഗങ്ങളിലും സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ആധ്യാത്മിക സാധനകളിലൂടെ, വിവേകപൂർവമായ ചിന്തയിലൂടെ മനുഷ്യപ്രകൃതമായ സ്വാർത്ഥതയെ കീഴടക്കി ആദർശ തലത്തിലെത്തുന്ന മനുഷ്യരുടെ പ്രകൃതം എന്തായിരിക്കുമെന്ന് ആണ് ഈ ശ്ലോകങ്ങളിലൂടെ ഗീതാകാരൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയാം. സമാധിസ്ഥനാകുന്ന സ്ഥിതപ്രജ്ഞൻ്റെ കാര്യം കഴിഞ്ഞ ചില ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിട്ട് അർജുനൻ അതാകാൻ ശ്രമിക്കണം എന്ന കൃഷ്ണൻ്റെ ഉപദേശം കേട്ടപ്പോൾ അർജുനന് അതിലല്പം കാര്യമുണ്ടെന്ന് തോന്നി. പക്ഷേ സ്വാഭാവികമായും പല സംശയങ്ങളും അർജുനൻ്റെ മനസ്സിൽ ഉണ്ടായി. സ്ഥിതപ്രജ്ഞനായി ഈശ്വരതുല്യനാകുന്ന വ്യക്തി എങ്ങനെയായിരിക്കും ഈ ലോകത്തിൽ കഴിയുക, ലോകവുമായി സംവദിക്കുക എന്നെല്ലാം അറിയാനുള്ള ഒരു ത്വര അർജുനനുണ്ടായി. യുക്തിഭദ്രമായി ചിന്തിച്ചാൽ കഴിഞ്ഞ ഭാഗത്തിൽ പരാമർശിച്ച ഗുരു നിത്യചൈതന്യ യതിയുടെ വാക്കുകളിൽ കണ്ടതുപോലെ ഗീതാകാരൻ അർജുനനെ കൊണ്ട് ചോദിപ്പിക്കുന്നതാണ് ഈ ചോദ്യങ്ങൾ എന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം. വ്യവഹാരത്തിലും ചിന്തനയിലും ധ്യാനത്തിലും സമാധിയിലും പരിപൂർണ യോഗനില പാലിക്കുന്ന പൂർണ്ണപ്രജ്ഞനെ, അതായത് ഈശ്വരതുല്യനായ മനുഷ്യനെ സിദ്ധാന്തപക്ഷത്ത് അവതരിപ്പിക്കുകയാണ് ഗീതാകാരൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് ചിന്തിക്കാം. ഇത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അപൂർണനായ മനുഷ്യനിൽ നിന്നും രൂപാന്തരം സംഭവിച്ച പൂർണ്ണ മനുഷ്യനെ അവതരിപ്പിക്കുകയാണ് ഈ ആദർശ മനുഷ്യപ്രകൃത വർണ്ണനകളിലൂടെ ഗീതാകാരൻ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. എന്തുകൊണ്ടാണ് അർജുനന് ഇങ്ങനെയൊരു സംശയം അല്ലെങ്കിൽ ഒരറിയാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകുന്നതെന്ന് വെച്ചാൽ, അതിനൊരു കാരണം ചിന്മയാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഉപനിഷത്തുക്കളിൽ ബ്രഹ്മനിഷ്ഠയെ വിവരിക്കുന്നത് ആദ്യമായി വായിക്കുന്നുവെന്ന് തോന്നുക ബ്രഹ്മനിഷ്ഠൻ ലൗകിക വ്യവഹാരങ്ങൾക്ക് അയോഗ്യനാണെന്നായിരിക്കും. കഠിന പ്രയത്നം ചെയ്ത് നേടിയ ബ്രഹ്മാനുഭൂതി ഒരുവനെ ലോകത്തിൽ ഒന്നിനും കൊള്ളാത്തവനാക്കുകയാണെങ്കിൽ അത് അഭിലഷണീയമല്ലല്ലോ. അതിനാൽ ആ വഴിക്ക് ചരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് സ്ഥിതപ്രജ്ഞൻ്റെ ശരിയായ നില എന്തെന്നറിയാനുള്ള അർജുനൻ്റെ ആഗ്രഹമാണ് ഈ ചോദ്യങ്ങളിൽ പ്രതിഫലിക്കുന്നത്. അതാണ് കാര്യം. അതായത് അർജുനന് സ്ഥിതപ്രജ്ഞനാകാനാണ് കൃഷ്ണൻ ഉപദേശിച്ചത്. അപ്പോൾ ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് ഒരു നിർവികാരനായ, ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തി. അപ്പോൾ അർജുനൻ്റെ ഒരു സംശയമാണ് മനസ്സിൽ, ഇത്ര കർമ്മകുശലനായ ഞാൻ ഇങ്ങനെ സ്ഥിതപ്രജ്ഞനായിട്ട് ലോകത്തിൽ ഒന്നിനും കൊള്ളാത്തവനായി ജീവിക്കേണ്ടി വരുമോ എന്നുള്ള ഉള്ളിലുള്ള ഒരു സംശയമാണ് ഈ അർജുനൻ്റെ ചോദ്യത്തിന് കാരണമായി ഭവിക്കുന്നത്. ആ ചോദ്യം നമുക്ക് കാണാം. അതിനെ തുടർന്ന് 18 ശ്ലോകങ്ങളിലായിട്ടാണ് കൃഷ്ണൻ ഇതിൻ്റെ ഉത്തരങ്ങൾ നൽകുന്നത്. അത് ഭഗവത്ഗീതയുടെ ഒരു മാസ്റ്റർ പീസായി പണ്ഡിതലോകം അംഗീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ വീണ്ടും ഇവിടെ പറയുന്നു. ഈശ്വര വിഷയത്തിൽ നാം സാധാരണ പുലർത്താറുള്ള ഭക്തിവിശ്വാസ ചിന്തകൾ വെച്ചുകൊണ്ട് ഈ പറയുന്ന വിഷയത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒന്നും നമുക്ക് മനസ്സിലാകുകയില്ല.
ബുദ്ധിപരമായ വ്യായാമമാണ് ഇവിടെ ആവശ്യം, വേദാന്തമാണ്. അപ്പോൾ നമ്മൾ ആ വിധത്തിൽ ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക, ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥവും അർത്ഥഗാംഭീര്യവും എങ്ങനെയായിരിക്കും ഒരു പൂർണ്ണനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഈശ്വരൻ്റെ പ്രകൃതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമുക്ക് ഒരു സാമാന്യ ധാരണ ഉണ്ടാകുന്നതിന് ഉപകരിക്കും. അതുകൊണ്ട് നമ്മൾ സാധാരണ ചിന്തയൊക്കെ വിട്ടിട്ട് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നു അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ശരി, നമുക്ക് കൂടുതൽ സമയം കളയാതെ ആ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. 54-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നു. അർജുന ഉവാച, അതായത് അർജുനൻ പറഞ്ഞു, പക്ഷെ ഇവിടെ ചോദ്യമാകുന്നതിനാൽ ഉവാചയ്ക്ക് ചോദിക്കുന്നു എന്ന് പറയാം. അപ്പം അർജുനൻ ചോദിക്കുന്നു. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതതീ കിം പ്രഭാഷേത കിമാസീത വ്രജതേ കിം. അർത്ഥം, ഹേ കേശവ, സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ്? സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കും, എങ്ങനെ സ്ഥിതി ചെയ്യും, എങ്ങനെ സഞ്ചരിക്കും? ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞ നടക്കുക, ഇരിക്കുക, സംസാരിക്കുക എന്നതിനെ അക്ഷരാർത്ഥത്തിലല്ല എടുക്കേണ്ടത്. സ്ഥിതപ്രജ്ഞൻ്റെ പൊതു സ്വഭാവത്തെയും അയാളുടെ ലോകവുമായുള്ള ബന്ധത്തെയും എടുത്തു കാണിക്കാൻ ഉദ്ദേശിച്ചുള്ള അർത്ഥവ്യാപ്തിയുള്ള പദങ്ങളാണ് ഇവയെന്നാണ് ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചോദ്യമാണ്, എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞനായ ഒരു യോഗി ഈ ലോകവുമായി എങ്ങനെ സംവദിക്കും എന്നാണ് ഈ ചോദ്യം കൊണ്ട് അർജുനൻ ഉദ്ദേശിക്കുന്നത്. അർജുനൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് കൃഷ്ണൻ ഇനി അടുത്ത 18 ശ്ലോകങ്ങളിലായി പറയാൻ പോകുന്നത്. അത് നമുക്ക് ഒന്ന് കാണാം. ഈ മറുപടി ഒരു 2 ശ്ലോകം നമുക്കിവിടെ ഒന്ന് ചൊല്ലി നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച, അതായത് ശ്രീ ഭഗവാൻ പറഞ്ഞു. പ്രജഹാദിയതാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാൽപനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദ്ദോച്യതേ. അർത്ഥം, ഹേ പാർത്ഥ, മനുഷ്യൻ തന്നാൽ തന്നെ സന്തുഷ്ടനായി മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും, അതായത് വാസനകളെയും എപ്പോൾ ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അടുത്ത ഒരു ശ്ലോകം കൂടി നോക്കിയിട്ട് നമുക്ക് ഈ 2 ശ്ലോകങ്ങളും കൂടി അർത്ഥമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശ്ലോകം 56. ദുഃഖേഷ്വനുദിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. അർത്ഥം, ദുഃഖങ്ങളിൽ കുലുങ്ങാത്തവനും സുഖങ്ങളിൽ താല്പര്യമില്ലാത്തവനും രാഗം, ഭയം, കോപം ഇവയില്ലാത്തവനുമായ മുനിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ് എന്ന അർജുനൻ്റെ ചോദ്യത്തിന് കൃഷ്ണൻ പറഞ്ഞ മറുപടികളാണല്ലോ ഈ 2 ശ്ലോകങ്ങളും. അതിൻ്റെ അർത്ഥം ഒരിക്കൽ കൂടി ഞാൻ പറയാം. മനുഷ്യർ തന്നാൽ തന്നെ സന്തുഷ്ടനായി മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും എപ്പോൾ ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. വീണ്ടും 56-ാം ശ്ലോകത്തിൽ പറയുന്നു, ദുഃഖങ്ങളിൽ കുലുങ്ങാത്തവനും സുഖങ്ങളിൽ താല്പര്യമില്ലാത്തവനും രാഗം, ഭയം, കോപം ഇവയില്ലാത്തവനുമായ മുനിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളായി പറയുന്നത് കേട്ടാൽ നമുക്ക് ആദ്യം തോന്നുക, ഇങ്ങനെ മണവും ഗുണവും ഇല്ലാത്ത നിർവികാരരായ കുറേ പേരെ സൃഷ്ടിച്ചെടുക്കുന്നതാണോ ലോകത്തിലെ വലിയ കാര്യം എന്നായിരിക്കും. നമ്മളിവിടെ ജീവിക്കുന്നത് തന്നെ ജീവിതം ആസ്വദിക്കാനല്ലേ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറേ പേർ ഗീതയെ വിമർശിക്കുമ്പോൾ മറ്റു കുറേ പേർ ഈ പറഞ്ഞതിനെയെല്ലാം അക്ഷരാർത്ഥത്തിലെടുത്തുകൊണ്ട് വീടും നാടും സർവ്വ ഉത്തരവാദിത്വങ്ങളും ഉപേക്ഷിച്ച് സന്യസിക്കാൻ പോയിട്ടുമുണ്ട്. എന്നിട്ട് സന്യാസിയായോ? ഇല്ല. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ശരിക്കും ഗ്രഹിക്കാഞ്ഞതിനാലാണ് ഈ കുഴപ്പമെല്ലാം മനുഷ്യർക്കുണ്ടായത്. കൃഷ്ണൻ പറഞ്ഞതിനെ ശരിക്കും മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ച് സന്യാസത്തിന് പോയിട്ട് ഒന്നിനും കൊള്ളരുതാത്തവരായി കുറേ പേർ ഈ നാട്ടിൽ മാറിയിരുന്നു എന്നതൊരു സത്യം തന്നെയാണ്. അർജുനൻ്റെ ചോദ്യത്തിൽ വരുന്ന 3 പദങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക.
സ്ഥിതപ്രജ്ഞൻ, സമാധിഷ്ഠ, സ്ഥിതധി. ഈശ്വര സാക്ഷാത്കാരം നേടുന്ന കർമ്മയോഗിയുടെ ലക്ഷണങ്ങളാണ് ഇവ മൂന്നും. സ്ഥിതപ്രജ്ഞൻ എന്നാൽ ഉറച്ച ബോധമുള്ളവനെന്നും, അതായത് എ പേഴ്സൺ ഓഫ് സ്റ്റഡി വിസ്ഡം. സമാധിഷ്ഠ എന്നാൽ തികഞ്ഞ ശാന്തതയിൽ മനസ്സുറച്ചവനെന്നും, അതായത് വൺ ഹൂസ് മൈൻഡ് ഈസ് ഇൻ ആബ്സല്യൂട്ട് ട്രാങ്ക്വിലിറ്റി. സ്ഥിതധി എന്നാൽ യാഥാർത്ഥ്യത്തിൽ ബുദ്ധി ഉറച്ചവനെന്നും, അതായത് വൺ ഹൂസ് ഇൻ്റലക്ട് ഈസ് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ റിയാലിറ്റി. ഇതാണ് ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിൽ ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും കഷ്ടത്തിലാക്കിക്കൊണ്ട് നായകൻ ഒരു ദിവസം രാവിലെ സന്യസിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട്. ആ സന്യാസ കഥാപാത്രത്തിന് ചേർന്ന ലക്ഷണങ്ങളാണോ ഈ മേൽപ്പറഞ്ഞ മൂന്ന് കാര്യങ്ങളും? അല്ലേ അല്ല. അതുകൊണ്ടാണ് ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല സന്യാസമെന്ന് ഒരു സന്യാസി വര്യൻ സിനിമയിലെ നായകനെ ഉപദേശിക്കുന്നത്. ഭഗവത്ഗീത പറഞ്ഞു വച്ചത് ഇപ്പറഞ്ഞതിനും വളരെ മുകളിലാണ്. ജീവിതത്തിൻ്റെ സകല യാഥാർത്ഥ്യങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് സമൂഹമധ്യത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് തൻ്റെ ബാധ്യസ്ഥമായ കർമ്മം സമചിത്തതയോടും കുശലതയോടും കൂടി ആരനുഷ്ഠിക്കുമോ അവനാണ് യഥാർത്ഥ മുനി. മുനിക്ക് ഗീത കൽപ്പിച്ച 3 ഗുണങ്ങളും ഇല്ലാതെ പോയതിനാലാണ് പലരും സന്യസിക്കാൻ പോയിട്ട് ഒന്നുമാകാതിരുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഈ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കൃത്യമായി പറഞ്ഞാൽ തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത എന്ന് തുടങ്ങുന്ന 10-ാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രഹസന്നിവ എന്ന പദത്തിന് പുഞ്ചിരിച്ചു കൊണ്ടെന്നവണ്ണം കൃഷ്ണൻ പറഞ്ഞു എന്നാണ് അർത്ഥമെന്ന് പറഞ്ഞിരുന്നു. അതായത് പുഞ്ചിരിച്ചു കൊണ്ടല്ല, പുഞ്ചിരിച്ചു കൊണ്ടെന്നവണ്ണം, അതായത് ഒരു ചെറു പരിഹാസത്തോടെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് ഗീതോപദേശം നടത്തുന്നത് ഈ പ്രഹസന്നിവ എന്ന പദത്തിലാണ്. അതായത് പുഞ്ചിരിച്ചു കൊണ്ടല്ല, പുഞ്ചിരിച്ചു കൊണ്ടെന്നവണ്ണം പറഞ്ഞാൽ അർജുനൻ്റെ മൂഢത്വത്തെ ഓർത്തിട്ട് കൃഷ്ണൻ ഒരു ചെറിയ പരിഹാസച്ചിരി നടത്തുന്നതായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിന് ഇങ്ങനെ അർജുനനെ ഒരല്പം കളിയാക്കിക്കൊണ്ടുള്ള ഈ പ്രസ്താവത്തിൻ്റെ പിറകിലെ കളിയാക്കലിന് പറയാവുന്ന 10 കാരണങ്ങൾ ഞാൻ അപ്പോൾ ആ ശ്ലോകം വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാഖ്യാനിക്കുന്ന ഈ ശ്ലോകങ്ങളുടെ പശ്ചാത്തലത്തിൽ 10-ാം ശ്ലോകത്തിലെ കൃഷ്ണൻ്റെ ആ അർത്ഥഗർഭമായ പുഞ്ചിരിക്ക് ഒരു കാരണം കൂടി പറയാം. അർജുന, യുദ്ധം ചെയ്യാതെ സന്യസിക്കാൻ പോകുന്നതായിരിക്കും ഉചിതം എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? ബാധ്യസ്ഥമായ കർമ്മം ചെയ്യാൻ ശക്തിയില്ലാതെ ഒളിച്ചോടുന്നവനെ അഭയം പ്രാപിക്കാനുള്ള ഒളിത്താവളമല്ല സന്യാസം. അത് അസാമാന്യ ധൈര്യശാലികൾക്ക് ലോകക്ഷേമത്തിനായി കർമ്മം ചെയ്യാനുള്ള ഇടമാണ്. അത് നിനക്ക് ഞാൻ ഇനി മനസ്സിലാക്കി തരുന്നുണ്ട് എന്ന ഒരു ചിന്തയാണ് കൃഷ്ണൻ്റെ ആ കുസൃതി ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലുള്ള ആഗ്രഹങ്ങളെയെല്ലാം ഉപേക്ഷിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ എന്നല്ലേ കൃഷ്ണൻ ശ്ലോകം 55 പറഞ്ഞത്. പക്ഷേ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആഗ്രഹങ്ങൾ വേണ്ടേ? അപ്പോൾ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ജീവിതത്തോട് തിരിഞ്ഞു നിൽക്കണമെന്നല്ലേ അതിനർത്ഥം? ഇത് ശരിയാണോ? ജീവകല അഭ്യസിപ്പിക്കുന്നു എന്ന് പറയുന്ന ഗീതയിൽ ക്രാന്തദർശിയായ ഗീതാകാരൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇതുപോലൊരു അബദ്ധമാണോ? അതോ നമ്മൾ ചിന്തിക്കുന്നതിലാണോ അബദ്ധമുള്ളത്? നമുക്ക് അതൊന്ന് നോക്കാം. ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം എന്ന പ്രസ്താവത്തിൽ നിന്നും നമ്മുടെ ചിന്തയിലുള്ള ആഗ്രഹങ്ങളിലെ ചാലക ശക്തിയെയല്ല, ആ ശക്തിയെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന സ്വാർത്ഥതയെ ഉപേക്ഷിക്കണമെന്നാണ് ഗീത പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിനോടൊപ്പം തന്നെ സ്ഥിതപ്രജ്ഞൻ തന്നിൽ തന്നെ സന്തുഷ്ടനായിരിക്കണം എന്ന് പറയുന്നത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നത് ഇതാണ്: എന്തോ ഒരു പോരായ്മയിൽ നിന്നാണല്ലോ അത് നികത്തണം എന്ന ആഗ്രഹം ഉണ്ടാകുന്നത്. ആത്മാവിൽ തന്നെ രമിച്ചു ജീവിക്കുന്ന, അതായത് ആത്മരതിയിൽ സായുജ്യമടയുന്ന യോഗിക്ക്, സ്ഥിതപ്രജ്ഞന് ഒന്നിൻ്റെയും കുറവ് അനുഭവപ്പെടുന്നില്ല. പിന്നെ എന്താഗ്രഹങ്ങൾ? ആഗ്രഹങ്ങൾ
താനേ നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. ആഗ്രഹങ്ങളുടെ മേൽ കൃത്രിമമായി വിലക്ക് ഏർപ്പെടുത്തുന്നതും ആത്മസായുജ്യത്താൽ ആഗ്രഹങ്ങൾ താനേ നിലയ്ക്കുന്നതും രണ്ടും രണ്ടാണ്. ആഗ്രഹങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി സന്യസിക്കാൻ പോയാൽ അനുകൂല സാഹചര്യമുണ്ടാകുമ്പോൾ അവ അതീവ ശക്തിയോടെ തിരിച്ചു വരും. ഇതാണ് പല കപട സന്യാസികൾക്കും സംഭവിക്കുന്നത്. ഇതല്ല ഗീത ഉദ്ദേശിക്കുന്ന സ്ഥിതപ്രജ്ഞ പ്രകൃതം. ഗീത ഉദ്ദേശിക്കുന്ന പ്രകൃതത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടാകില്ല. ഈശ്വരനിലേക്കുള്ള ആകർഷണം കൂടുന്നതോടെ ജ്ഞാനിയുടെ ആഗ്രഹങ്ങൾ കുറഞ്ഞു വരികയും ഈശ്വര സാക്ഷാത്കാരം നേടുന്നതോടെ എല്ലാ ആഗ്രഹങ്ങളും തന്നെ നിലയ്ക്കുകയും ചെയ്യും. എന്തെങ്കിലും നേടാനുള്ള രാഗമോ, അത് കിട്ടുമോ, കിട്ടിയാൽ തന്നെ പിന്നീട് അത് നഷ്ടമാകുമോ എന്നുള്ള ഭയമോ, കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ക്രോധമോ ഒന്നും തന്നെ സ്ഥിതപ്രജ്ഞനായ മുനിക്കുണ്ടാകില്ല. അതേസമയം നമ്മുടെ സാധാരണ ചിന്തകളിലെ ഏത് ഇല്ലായ്മകളിലും സ്ഥിതപ്രജ്ഞൻ സദാ സന്തോഷവാനും സംതൃപ്തനുമായിരിക്കുകയും ചെയ്യും. സമൂഹത്തിൽ നിന്നും അകന്നുമാറി സദാ ധ്യാനനിമഗ്നനായി ഏകാന്തനായി കഴിയുന്നയാളെയാണ് സന്യാസിയായി നാം സാധാരണ കണക്കാക്കാറുള്ളത്. പക്ഷേ ഗീത പറയുന്ന സ്ഥിതപ്രജ്ഞനായ കർമ്മയോഗിക്ക് ചേർന്നതല്ല ഈ ലക്ഷണം. സമൂഹത്തിന് ഗുണകരമാകുന്ന ഏത് നല്ല കാര്യം ചെയ്യുന്നതിനും മുൻനിരയിലുണ്ടാകുന്നവനാകണം കർമ്മയോഗി. സമൂഹത്തിന് ദോഷം വരുത്തുന്ന പ്രവണതകളോടെ പ്രതികരിക്കുന്നതിൽ കർമ്മയോഗിക്ക് തെല്ലും ശങ്ക ഉണ്ടാകില്ല. മറ്റുള്ളവരെക്കാൾ ചുറുചുറുക്കോടെയായിരിക്കും ഇങ്ങനെയുള്ളവർ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. ആഗ്രഹങ്ങളും സ്വാർത്ഥചിന്തകളും ഇവരെ അലട്ടുന്നില്ല എന്നതിനാൽ സമൂഹത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കിന് ചാലകശക്തിയാകുന്ന കർമ്മത്തിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധയെന്നതാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹങ്ങളിൽ ധാരാളമായി ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്നും കാണാം, എണ്ണം വളരെ കുറവാണെങ്കിലും. അതായത് നമ്മൾ ഈ സന്യാസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭാവനയിൽ നിർവികാരനായ ലോകവുമായിട്ടൊരു ബന്ധമില്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗുഹയിൽ പോയിരിക്കുന്ന ആളുകൾ എന്നൊക്കെയാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഉദ്ദേശിക്കുന്ന സന്യാസി എന്ന് പറഞ്ഞാൽ സമൂഹ മധ്യത്തിൽ തന്നെ നിലകൊള്ളുന്ന ആകാം, ഒരു കുഴപ്പവുമില്ല. അവിടെ സമൂഹമധ്യത്തിൽ തന്നെ നിലകൊള്ളുമ്പോൾ തന്നെ മറ്റുള്ള സമൂഹ മനുഷ്യർ സ്വാർത്ഥതയോടുകൂടിയാണ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ ഈ മനുഷ്യൻ നിസ്വാർത്ഥനായി ലോകസംഗ്രഹത്തിനായി സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലാതെ ഒരു കാവ്യ വസ്ത്രം എടുത്ത് അണിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ചന്ദനമാരി പൂശിയതുകൊണ്ടോ ജട വളർത്തിയതുകൊണ്ടോ ഒന്നും തന്നെ സന്യാസിയാകുന്നില്ല. സന്യാസം എന്ന് പറയുന്നത് ത്യാഗമനോഭാവം, ഉപേക്ഷിക്കൽ, അത് മനസ്സിലാണ് ഉണ്ടാകേണ്ടത്, ബാഹ്യരൂപങ്ങളിലല്ല. ബാഹ്യരൂപങ്ങളിൽ കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ ബാഹ്യരൂപങ്ങൾ മാത്രമായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമൊന്നുമില്ല. സന്യാസം മനസ്സിലാണ്. സന്യാസം മനസ്സിലാണ് എല്ലാത്തിനെയും തിരിച്ചുകൊണ്ട് ലോകസംഗ്രഹത്തിനായി ജീവിക്കാം എന്നുള്ള ഒരു നിർണയം വരുന്നത്. അതിന് ബുദ്ധിയുടെ ഒരു പ്രേരണ നിർബന്ധമായും ആവശ്യമാണ് താനും. ഇതാണ് ഈ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലൂടെ അർജുനനോട് കൃഷ്ണൻ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതങ്ങളുള്ള ഒരാളായിരിക്കും സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നത്. ഇനിയും 16 ശ്ലോകങ്ങൾ മുമ്പിൽ കിടക്കുകയാണ്. നമുക്ക് അവിടെയൊക്കെ പോകുമ്പോൾ സ്ഥിതപ്രജ്ഞനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇന്ന് സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ഈ 2 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനത്തോടുകൂടി ഇന്ന് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്ഥിതപ്രജ്ഞ പ്രകൃത ലക്ഷണം കൂടുതലായി അന്വേഷിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.